എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നമുക്കൊരു മൈക്ക് പ്രീയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓണക്കാലമായതുകൊണ്ട് ഒരുപാട് ആംപ്ലിഫയർ എല്ലാം വരും. മൈക്ക് പ്രീ വേണമെന്ന് പറയും. കരോക്ക് മിക്സ് ഒക്കെ പാട്ട് പാടാനായിട്ടുള്ള ഒരു നല്ലൊരു മൈക്ക് പ്രീയാണ്. ഹലോ 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 ഉത്രാടപ്പൂ നിലാവേവാ. ഓവറായിട്ട് പാടി കുളമാക്കുന്നില്ല. അപ്പോൾ സർക്യൂട്ടിലേക്ക് പോകാം. വർക്ക് ചെയ്യണം. നമുക്കിവിടെ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറാണ് വേണ്ടത്. JRC 4558 NE 5532 TLS 72 JRC 4560 ഈ ICയിലെല്ലാം വർക്ക് ചെയ്യും. ഒരു ഡുവൽ പവർ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ടിൽ റെഗുലേറ്റ് ചെയ്യണം. ഇവിടെ സർക്യൂട്ടിൽ ഒരു ഇൻവെർട്ടർ സെക്ഷനും ഒരു നോൺ ഇൻവെർട്ടർ സെക്ഷനാണ് ഇത് വരുന്നത്. മൈക്ക് ഇൻപുട്ടിനായിട്ട് 220 NF, അവിടെ ഒരു 18K ഗ്രൗണ്ട് വേണം. ഈ 6K 150 NFും ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഗിറ്റാറൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, ബ്രൈറ്റ്നസ് എന്ന് പറയും. അപ്പോൾ അത് ഗിറ്റാർ പ്ലേ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൻ ഉപയോഗിക്കാം. മൈക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ഒഴിവാക്കിയാൽ കുഴപ്പമില്ല, ട്രിബിൾ സ്വല്പം കുറഞ്ഞിരിക്കും, അത്രയേ ഉള്ളൂ. ഫീഡ്ബാക്കിൽ ഔട്ടിന് 100K പ്രീസെറ്റ്, പാരലായിട്ട് 330 PF. ഇപ്പോൾ ഓവർ ട്രിബിൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ 330 പകരം 1 NFും ഉപയോഗിക്കാം, അതായത് 102 ഔട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻപുട്ടിലല്ല ഇതിൻ്റെ വോളിയം കൺട്രോൾ വരുന്നത്, മൈക്കിൻ്റെ കൺട്രോൾ വരുന്നത് ആദ്യത്തെ നോൺ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലാണ് ഇതിൻ്റെ വോളിയം കൺട്രോൾ വരുന്നത്. അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ ഗ്രൗണ്ട് വെയിറ്റ് ഒരു 100K. ഈ ഔട്ടിൽ നിന്ന് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ഔട്ട് എടുക്കാം. റെക്കോർഡിംഗ് ഔട്ട് ഇവിടെ നിന്ന് എടുക്കാം. അടുത്ത് വരുന്ന ഗെയിൻ സെക്ഷനിൽ വരുന്നത് നോൺ ഇൻവെർട്ടറാണ്. 330 NF ആണ് ഞാനിവിടെ ഇൻപുട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററോ 1 MFDയോ ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ വോയിസ് ഓവർ വെയിറ്റ് ആവും, ദുമുക്ക് കേൾക്കും സൗണ്ടിൻ്റെ. ഇവിടെ സെൻസിറ്റീവ് ഹൈ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 100K കൊണ്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് നോൺ ഇൻവെർട്ടറിൽ. വോൾട്ടേജ് ഡിവൈഡർ സെക്ഷനിൽ ഡയറക്റ്റ് ആയിട്ടല്ല ഇത് കൊടുത്തിട്ടുള്ളത്. റെസിസ്റ്റർ ഇവിടെ ഒരു 220 NF കൊടുത്തതിന് ശേഷം അതിന് സീരീസ് ആയിട്ടാണ് 5K റെസിസ്റ്റർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 5K ഇല്ലാന്നുണ്ടെങ്കിൽ 10K ഇട്ട് പാരൽ ചെയ്താൽ മതി, 5K ആവും. ഇത് വോയിസിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 220 NF കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയി പോകും. ഔട്ടിൻ്റെ ഫീഡ്ബാക്കിൽ ഇവിടെ നമുക്ക് 100K തന്നെയാണ്. ഇതിന് പാരലായിട്ട് 470 PF മുതൽ 1.5 NF വരെ നമുക്ക് ഉപയോഗിക്കാം വോയിസിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് ഓവറായിട്ട് ട്രിപ്പിൾ വോയിസ് വരാതിരിക്കാൻ. ചില മൈക്ക് ഉപയോഗിക്കാൻ ചിന്നൊരു സൗണ്ട് കേൾക്കാറുണ്ട്, അത് വരാതിരിക്കാനായിട്ട്. ഒരു 100K എടുത്തിട്ട് ഇവിടെ നമുക്ക് ബൈപ്പാസ് ചെയ്യാം. ആവശ്യമില്ലാത്ത ഫ്രീക്വൻസി ഏതെങ്കിലും വരികയാണെങ്കിൽ അത് ബൈപ്പാസ് ചെയ്യാനായിട്ട് ഒരു 100K. ഔട്ടിൽ 2K2 ആണ്. ഔട്ട് സെക്ഷനിൽ 470 NF. ഇത് നമുക്ക് BTയിലോട്ട് പോകുന്നതാണ്, ബാസ് ട്രബിളിലോട്ട് പോകുന്ന ഔട്ടാണിത്. ഈ ഔട്ടിൽ നിന്നാണ് നമുക്ക് റീവർബ് കണക്ട് ചെയ്യാനുള്ളത്, എക്കോ ബോർഡ് കണക്ട് ചെയ്യാനുള്ളത്. ഈ ഔട്ടിൽ നിന്നാണ് എക്കോ ബോർഡ് കണക്ട് ചെയ്യാനുള്ളത്. ഈ ഔട്ടിൽ നിന്ന് നമുക്ക് റെക്കോർഡിംഗ് ഔട്ട് എടുക്കാം, പക്ഷേ ഈ പ്രീസെറ്റ് എല്ലാം ലോ ആക്കണം. ഏകദേശം ഒരു 15Kയിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഔട്ടിൽ നിന്ന് നമുക്ക് റെക്കോർഡിംഗ് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഔട്ടിൽ നിന്ന് നമുക്ക് റെക്കോർഡിംഗ് ഔട്ട് എടുക്കാം. ഇതാണ് ഇതിന്. TLS 72, JRC 4558 NE 5532 ഇത്രയും നമുക്ക് ഉപയോഗിക്കാം. അപ്പം എല്ലാവർക്കും സർക്യൂട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ.